സഹനത്തെ, പ്രതിബന്ധങ്ങളെ, തെറ്റിദ്ധാരണകളെ, ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയെല്ലാം വളരെയേറെ തന്മയത്വത്തോടെ നേരിട്ട സിസ്റ്റർ ഒരു രക്തസാക്ഷിയായിരുന്നു. കള്ളന്മാർ ട്രെയിനിൽ കയറി സിസ്റ്ററിനെ തട്ടിയിട്ട് ഒരപകടം സംഭവിക്കുകയും അതിനെ തുടർന്നാണ് സിസ്റ്ററിൻ്റെ 2 അവയവം മുറിച്ചു മാറ്റുകയും ചെയ്തത്. ആരുടെ ഏത് ആവശ്യവും കടന്നു ചെന്ന് സഹായിക്കാൻ കൈയും കാലുമില്ലാത്ത സിസ്റ്റർ വ്യഗ്രചിത്തയായിരുന്നു എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റർ സെറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. 65 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞ 17-ാം തീയതി ഉച്ചയ്ക്ക് 1:50 തൻ്റെ ഈ ലോക ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ നന്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിസ്റ്റർ കടന്നു പോയിട്ടുള്ളത്. 41 വർഷത്തെ സമർപ്പിത ജീവിതം അത് ഏറെ മനോഹരമായിരുന്നു. 2009 ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ ഇടത് കൈയും ഇടത് കാലും മുറിച്ചു മാറ്റിയപ്പോൾ ഈ ജീവിതം തളർന്നു എന്ന് പലരും വിധി എഴുതിയപ്പോൾ ഒരിക്കലുമല്ല, സിസ്റ്റർ ഉണർന്ന് ജീവിക്കുവാൻ ആരംഭിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. സഹനത്തെ, പ്രതിബന്ധങ്ങളെ, തെറ്റിദ്ധാരണകളെ, ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയെല്ലാം വളരെയേറെ തന്മയത്വത്തോടെ നേരിട്ട സിസ്റ്റർ ഒരു രക്തസാക്ഷിയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. താൻ പഠിച്ച വിഷയത്തിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കാനുള്ള റെക്കോർഡുകളുമായുള്ള യാത്രയിലാണ് കള്ളന്മാർ ട്രെയിനിൽ കയറി സിസ്റ്ററിനെ തട്ടിയിട്ട് ഒരപകടം സംഭവിക്കുകയും അതിനെ തുടർന്നാണ് സിസ്റ്ററിൻ്റെ 2 അവയവം മുറിച്ചു മാറ്റുകയും ചെയ്തത്. ജീവിതത്തോട് ഒരിക്കലും തോൽക്കാത്ത, ആരോടും തോൽക്കാത്ത സിസ്റ്റർ അവിടെയും തളർന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങളും ഏറ്റവും നന്മയായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബോട്ടണി വിഭാഗത്തിലെ മേധാവിയായിരുന്ന സിസ്റ്റർ വിമല കോളേജിൻ്റെ ഒരു ഭാഗ്യനക്ഷത്രമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. സിസ്റ്ററിൻ്റെ അധ്യാപന കാലം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ അങ്ങേയറ്റം സിസ്റ്റർ ശ്രമിച്ചിരുന്നു. ആത്മാർത്ഥതയുടെ ഒരു ആൾ രൂപമായിരുന്നു. സത്യത്തിനു വേണ്ടി ആരുടെ മുഖത്ത് നോക്കിയും എന്തു പറയാനും സിസ്റ്ററിന് യാതൊരു മനഃശാഞ്ചല്യവുമില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. സിസ്റ്റർ പലപ്പോഴും ജീവിച്ച് കാണിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. സാധാരണ ഒരു മനുഷ്യൻ ചെയ്തു തീർക്കാത്ത കാര്യങ്ങളെല്ലാം ഏറ്റവും മനോഹരമായി ഈ അപകടത്തിന് ശേഷവും ചെയ്തു തീർക്കാൻ സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. കണ്ടുമുട്ടുന്നവരോടെല്ലാം കുശലം ചോദിച്ചും അവരുടെ ജീവിതത്തിലെ സഹാനുഭൂതി പുലർത്തിക്കൊണ്ടുമാണ് സിസ്റ്റർ ജീവിതത്തെ കരുപിടിപ്പിച്ചിരുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്, ഈ സന്യാസ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ സിസ്റ്ററുമായിട്ട് വളരെ നേരത്തെ പരിചയവും ബന്ധവും ഉള്ളതുകൊണ്ട് ആ ബന്ധത്തിലാണ് ഞങ്ങളിവിടെ ജീവിതം തുടർന്നിരുന്നത്. ആരുടെ ഏത് ആവശ്യവും കടന്നു ചെന്ന് സഹായിക്കാൻ കൈയും കാലുമില്ലാത്ത സിസ്റ്റർ വ്യഗ്രചിത്തയായിരുന്നു എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്യാസ നിയമങ്ങളെ ആഞ്ഞു പുലുകിയ ഒരു യഥാർത്ഥ സമർപ്പിതയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സെറിൻ. സെറിൻ ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം അധികാരികൾ സിസ്റ്ററിൻ്റെ ചോയ്സിന് പ്രാധാന്യം കൊടുത്തപ്പോൾ സിസ്റ്റർ ഒരു കാൽ വെച്ച് ആ വെപ്പുകാൽ കൊണ്ട് നടന്ന് കോളേജിൽ പോയി കോളേജിൻ്റെ 3-ാം നില കയറി തൻ്റെ സ്വന്തം ക്ലാസ്സിലാണ് കുട്ടികൾക്ക് വിദ്യ പകർന്നിരുന്നത്. പലപ്പോഴും കുട്ടികളെ താഴോട്ട് കൊണ്ടുവരുവാൻ പ്രിൻസിപ്പൽമാർ നിർബന്ധിച്ചപ്പോഴും സിസ്റ്റർ ഒരിക്കലും അതിന് വഴങ്ങിയില്ല. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ എങ്ങനെയെങ്കിലും നിറവേറ്റുമെന്നുള്ളതായിരുന്നു സിസ്റ്ററിൻ്റെ ജീവിത ശൈലി.
ഒരു തരത്തിലും ഒന്നിനോടും അലസ മനോഭാവം പുലർത്താതെ ബോട്ടണി വിഭാഗത്തിലെ സകല കാര്യങ്ങളും എന്ന് മാത്രമല്ല തോട്ടവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമെല്ലാം സ്വന്തം മക്കളെ കൊണ്ട് മനോഹരമായി പൂർത്തീകരിക്കുവാനും അതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനും സിസ്റ്റർ ഉത്സുകയായിരുന്നു എന്നുള്ളത് മുൻകാല ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സെറിൻ ആർക്കെന്താവശ്യമുണ്ടെങ്കിലും ഒരു കൈവച്ച് മിഷൻ അടിക്കുക എന്ന ജോലി വരെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ മുറിച്ചു മാറ്റിയ കൈയുടെ തുമ്പ് ഉപയോഗിച്ച് മിഷൻ്റെ സൂചി കോർക്കാനും ആരെങ്കിലും സഹായിക്കാൻ ചെന്നാൽ വളരെ സൗമ്യതയോടെ വേണ്ട എന്ന് പറയുവാനുമുള്ള നല്ലൊരു പ്രവണതയാണ് സിസ്റ്റർ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ഏവർക്കും മാതൃകയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ എല്ലാം ഒരു ലാളിത്യ ശൈലിയിലാണ് സിസ്റ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജീവിതം മുഴുവൻ ലാളിത്യത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായിരുന്നു എന്നുള്ളത് ഇന്ന് സിസ്റ്റർ താമസിച്ചിരുന്ന മുറി നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. രോഗക്ലേശങ്ങൾ സിസ്റ്ററിനെ അലട്ടുമ്പോഴും പലപ്പോഴും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും അത് തളർച്ചയ്ക്കുള്ളതല്ല എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് സിസ്റ്ററിനെ ബുദ്ധിമുട്ടിയിരുന്നത് പലപ്പോഴും ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോവുക. അത് 5-4 വരെയൊക്കെ താഴുമ്പോൾ അല്പം ഒരു ശക്തി കുറയും. അപ്പോൾ സിസ്റ്ററിനെ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ സോജൻ ജോർജിൻ്റെ കീഴിൽ ചികിത്സ നടത്തും. ആ ഡോക്ടറുടെ സാമീപ്യവും കരുതലും സിസ്റ്ററിനേറെ സന്തുഷ്ടമായിരുന്നു. അത് കഴിഞ്ഞാൽ ആൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മഠത്തിൽ തിരിച്ചു വരികയും തൻ്റെ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഏവർക്കും ഏറെ ആകർഷണീയമാണ്. അധികാരിയോടുള്ള വിധേയത്വം. അതേസമയം ഈ മഠത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും താഴ്ന്നു നിന്ന് ആ കാര്യങ്ങളിലെല്ലാം തൻ്റേതായ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക. ചില കാര്യങ്ങൾ ആൾക്ക് കുത്തകയാണ്. കോൺവെൻറ്റിൻ്റെ അകത്ത് കർട്ടൻസ് ശരിയാക്കുക, സമയാസമയങ്ങളിൽ അതൊക്കെ കൃത്യസ്ഥാനത്ത് നിക്ഷേപിക്കുക, അതിലുപരിയായി ഉല്ലാസസ്ഥലം എപ്പോഴും മനോഹരമാക്കുക, പള്ളിയിലെ കാര്യങ്ങൾക്കൊരു കൃത്യത, സന്യാസ ഭവനത്തിൻ്റെ നിയമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിക്കുക, കാനോന നമസ്കാരവും മറ്റ് വിശുദ്ധ കുർബാന അതുപോലുള്ള ആത്മീയ ചടങ്ങുകളിൽ ആദ്യം അവിടെ എത്തിക്കൊണ്ട് വളരെ ഉച്ചത്തിലും ഭക്തിയിലും നമസ്കാരങ്ങൾ പൂർത്തീകരിക്കുക. അതെല്ലാം ഏവർക്കും ഒരു മാതൃകയായിരുന്നു. സിസ്റ്റർ ഒരിക്കലും അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വീഴ്ച വരുത്തുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും പതിവായിരുന്നു. ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ അലസതയോടെ പെരുമാറിയാൽ വളരെ സരസമായി അത് ഓർമ്മിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഈ വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം സ്വന്തമാക്കി സഹനത്തെ സ്വന്തമായി സ്നേഹിച്ച സിസ്റ്റർ ആരോടും പരിഭവമില്ല, പരാതിയില്ല എന്ന് മാത്രമല്ല, പരിതപിക്കുന്നവരോട് പറയും, നമുക്ക് ദൈവം തരുന്നതെല്ലാം അതിൻ്റേതായ കർത്താവ് ഓഹരിയും പാനപാത്രമായി തരുന്നു എന്ന മനോഭാവത്തോടെ സ്വീകരിക്കണമെന്നുള്ളത് സിസ്റ്ററിൻ്റെ ഒരു ജീവിത ശൈലിയായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ സിസ്റ്ററിന് രോഗക്ലേശം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ജൂൺ 15 വൈകിട്ട് സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറയുകയാണ്. രാത്രി 9:20 സിസ്റ്റർ പള്ളി മുകളിലായതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ സുപ്പീരിയർ ആയതുകൊണ്ട് എന്നോട് പറയുകയായിരുന്നു, മദറെ, നാളെ രാവിലെ ഞാൻ മിക്കവാറും പള്ളിയിലെത്തില്ല, എനിക്ക് പനിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കുകയാണ്. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, സെറിൻ, ഞാൻ രാവിലെ സെറിൻ്റെ മുറിയിൽ വരുമല്ലോ, അപ്പോൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. മദറിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു.
മാത്രവുമല്ല അതിനുശേഷം സിസ്റ്റർ പള്ളിയിൽ വന്നിട്ടില്ല. അത് അവസാനത്തെ അനുവാദം ചോദിക്കലായിരുന്നു. 9:45 വീൽ ചെയറിൽ നിന്നും പതുക്കെ ഒന്ന് താഴോട്ട് വീണു. സാധാരണ വീഴാറുള്ളതാണ്. അന്ന് വീണപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സകല ടെസ്റ്റുകളും നടത്തി ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ആങ്ങളമാരെയൊക്കെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു. എന്നോടും ഒത്തിരിയേറെ കാര്യങ്ങൾ ഷെയർ ചെയ്തു പതിവ് പോലെ. അത് കഴിഞ്ഞ് 15-ാം തീയതി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15-ാം തീയതി ആളുടെ ഓർമ്മ വൈകുന്നേരമായപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരുന്നത് പോലെ സംസാരമധ്യേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ 16-ാം തീയതി അതിരാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത ആ നിമിഷം മുതൽ ഓർമ്മ കുറഞ്ഞു വരികയും ടെമ്പറേച്ചർ കൂടി വരികയും ചെയ്തു. ഇതല്ലാതെ യാതൊരു രോഗക്ലേശങ്ങളും ആൾ കാണിച്ചിട്ടില്ല, ആൾക്കുണ്ടായിട്ടുമില്ല. ആ ജീവിതം 17-ാം തീയതി 1:50 അവസാനിപ്പിച്ചു. ആ മരണമാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിന് സാക്ഷ്യമായി എൻ്റെ ഹൃദയത്തിലും മനസ്സിലും തങ്ങി നിൽക്കുന്നത്. ആ മരണത്തിന് അനേകർ സാക്ഷികളായിരുന്നു. വീട്ടുകാർ മുഴുവൻ വന്നിരുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സും എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു അസ്വസ്ഥതയും കാണിക്കാതെ അടച്ച കണ്ണുകളുമായി ഒരു കൈയേ ഉള്ളൂ, അത് നെഞ്ചിൽ വെച്ച് ശാന്തമായി കിടന്ന സിസ്റ്റർ ശാന്തമായി യാത്ര പറഞ്ഞു. അത് ദൈവം കൊടുത്ത ഒരു വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിസ്റ്റർ സെറിൻ്റെ ജീവിതം ഞങ്ങൾക്ക്, ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന് വലിയൊരു മാതൃകയും അനുഭവ പാഠവുമാണ്. അധികാരികളെ, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, ഇവരെയൊക്കെ സിസ്റ്റർ സെറിന് വളരെ താല്പര്യവും അവരെല്ലാവരും സിസ്റ്ററിൻ്റെ കാര്യത്തിൽ അതീവ ഉത്സുകരുമായിരുന്നു. അതിലെല്ലാം സെറിന് സംതൃപ്തിയായിരുന്നു. വല്ലപ്പോഴും രോഗക്ലേശങ്ങൾ അലട്ടുമ്പോൾ ആൾ സ്വയം സഹിക്കാൻ സമ്മതിച്ചിരുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും എന്നോട് പറയുമായിരുന്നു മദറും കുറച്ച് ആരോഗ്യമൊക്കെ നോക്കണമെന്ന്. അതായത് മറ്റുള്ളവരോടുള്ള പരിഗണന, പാവങ്ങളോട് അതീവ ശ്രദ്ധയായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് മറ്റെവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആനുകൂല്യം പാവങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായാൽ അതിനുവേണ്ടി തത്രപ്പെട്ട് പണിയെടുക്കുമായിരുന്നു. ഞങ്ങളുടെ കോൺവെൻറ്റിൽ അനേക വർഷം സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുവാൻ ഈ കൈയും കാലും നഷ്ടപ്പെട്ടിട്ടും സിസ്റ്റർ വളരെ കൃത്യതയോടെ അത് കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു കൊച്ചു വിശുദ്ധയുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി സ്നേഹപൂർവ്വം പങ്കുവച്ചു എന്ന് മാത്രം. നന്ദി.